Everybody will have a backstory to success. Welcome to the show, Mirari Talk Show. ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് ഒരു മൾട്ടി ഫെസറ്റഡ് പേഴ്സണാലിറ്റി, ഗ്രേറ്റ് ഹ്യൂമൻ വാല്യൂസിന് ഉടമയുമായ ക്രിസ് വേണുഗോപാൽ സാറാണ്. ഒപ്പം നല്ലൊരു ടാലൻറ്റഡ് ആക്ട്രസ്സും നമുക്ക് കൃത്യമായും ഒരു ഗ്രാമീണ നിഷ്കളങ്കതയുടെ പര്യായം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയായ ദിവ്യ ക്രിസ്. വെൽക്കം ടു ദ ഷോ. കറ്റ കഷ്ടമാണ്, കറ്റപിൻ നിൽക്കുക, അതൊക്കെ തക. നമ്മളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ തെറ്റില്ലാതെ പഠിക്കണം, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കണം എന്നാണ് ഞാൻ എൻ്റെ ഗുരുവിന്, അതായത് ബക്കുവിന് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ഒരു ട്രിബ്യൂട്ട്. അല്ലെങ്കിൽ ബക്കു എനിക്ക് കാണിച്ചു തന്ന വഴി പോലെ എനിക്ക് 6000 പേർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് പറയാൻ പറ്റും. ആദ്യം ഞാൻ കുഞ്ഞുമോളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡബ് ചെയ്യില്ല എന്നൊരു വാശിയിലായിരുന്നു. മാമുക്കോയെ വന്നിട്ട് മറ്റേ അല്ല രാമകൃഷ്ണ എന്ന് കൊച്ചുള്ള എന്ന് പറയുന്ന ആ മാമുക്കോയ്ക്ക് പകരം എക്സ്ക്യൂസ് മീ മിസ്റ്റർ ബാലകൃഷ്ണൻ, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കില്ല. കാരണം ഹിപ്നോ എന്ന് പറയുമ്പം കുറച്ചുകൂടെ ഫാസ്റ്ററാണ്. അതായത് ഒരു വ്യക്തിക്ക് ഒരു 2-3 ആഴ്ചക്കകത്ത് തന്നെ നമുക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. എ പേഴ്സൺ വിത്ത് ഗ്രേറ്റ് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അല്ലേ, ചെറുതെ പറഞ്ഞതല്ലേ ശരിക്കും പറഞ്ഞത്. എന്നെ മുന്നോട്ട് നയിക്കാൻ എനിക്കൊരു സാരഥിയെ കിട്ടി. പുള്ളിക്കാരുടെ ലൈഫിൽ മുന്നോട്ട് നയിക്കാൻ ഞാനൊരു ആളെ കിട്ടി. കഞ്ഞിക്കട തുടങ്ങാം, പക്ഷെ ഇറ്റാലിയൻ കഞ്ഞിക്കടയായിരിക്കുന്നേ ഉള്ളൂ. മൂർത്തി മുത്തശ്ശൻ താഴെ ഇരിക്കുക. IAS ഓഫീസർ ആണെങ്കിലും അമ്മ ഭിക്ഷക്കാരിയാണെന്ന് പറയാനുള്ള വിഷമമില്ലാതെ, പക്ഷെ ആരാണോ അത് മനസ്സിലാക്കി കവിത ചൊല്ലിക്കുന്നത് അവർക്ക് വേറൊരു കുഞ്ഞുമോളെ കാണാൻ പറ്റും. ശിവശങ്കരി മാമിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും കാണാം ശ്യാമ ഉള്ളേ ഇരിക്കുന്ന ആൾ ജാഗ്രത. രാത്രി ഒരു 10 മണിക്ക് ശേഷം എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആഴ്ചകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്ത് ചോദ്യമായി ചോദിക്കുന്നു? ഏറ്റവും സിമ്പിൾ ചോദ്യം. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് കാണുന്നതിൽ ശരിക്കും സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ സാറിനെ കുറിച്ചും റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ കണ്ടത് ശരിക്കും എക്സൈറ്റഡ് ആയി എന്നുള്ളതാണ്. അതായത് അക്കാഡമിക്കലി നോക്കുകയാണെങ്കിലും പ്രൊഫഷണലി നോക്കുകയാണെങ്കിലും വളരെ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡുകളിൽ സാർ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആകുന്നു, പ്രൊഫഷണലി എല്ലാത്തിലും പിന്നെ അച്ചീവ്മെൻറ്റ്സ് നേടുന്നു എന്നുള്ളത്. അത് വെറുതെ ഒന്നുമല്ല, ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് സാർ അത് നേടുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ശരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ്ലി എന്താണ് ഒന്ന് ഡ്രീം ചെയ്യും ചിലപ്പോൾ ചില ആൾക്കാർ, എന്നിട്ട് ഡ്രീമിനേക്ക് വേണ്ടിയിട്ട് പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. സാറ് ഡ്രീം ചെയ്തത് ഒരു പൈലറ്റ് ആകാനെന്ന്. പിന്നീട് കാണുന്ന സാർ സിവിൽ എഞ്ചിനീയറിംഗ് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം ഉള്ളത് കൊണ്ട് എടുക്കുന്നു. പിന്നീട് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനിൽ PG ഡിപ്ലോമ, അപ്പോൾ അതെല്ലാം എഞ്ചിനീയറിംഗ് റിലേറ്റഡ്. പിന്നീട് നോക്കുമ്പോഴുണ്ട് എൻറ്റയർലി നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഫീൽഡിൽ റേഡിയോ ജോക്കിയായിട്ട് സാർ വർക്ക് ചെയ്യുന്നു. അത് വെറുതെ അല്ല, 2007 ഒരു അവാർഡ് നേടുന്നുണ്ട്. പിന്നെ അതിനൊക്കെ ശേഷം നോക്കുമ്പോൾ PG എടുക്കുന്നു അപ്ലൈഡ് സൈക്കോളജിയിൽ, ഹിപ്നോട്ടിസത്തിൽ സാറ് സ്പെഷ്യലൈസ് ചെയ്യുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ആവുന്നു. പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ ഭയങ്കര ചേഞ്ചസ് ആണ്. ഇതിലെല്ലാം സാറ് സർവൈവ് ചെയ്യുന്നു, ത്രൈവ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യം. ചിലരൊക്കെ ചില ഘട്ടങ്ങളിൽ ചില പ്രൊഫഷനുകൾ വിട്ടുപോകും. പക്ഷെ സാറിനെ കുറിച്ച് ഇത്രയും പറയാതെ ഒരു ഇൻട്രോ പോലും ആകില്ല. പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ സാർ എന്താണ് വോയിസ് കോച്ചായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, ആക്ടറാണ്, റൈറ്ററാണ്, പോയറ്റാണ്, വാട്ട് നോട്ട്. അതുപോലെ തന്നെ സാർ മോട്ടിവേഷൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. ഓക്കെ, ഇത്രയൊക്കെ പറയാതെ എനിക്ക് സാറിന് ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ ഒരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റത്തില്ല. മിരാരി ടോക്ക് ഷോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു സക്സസ്ഫുൾ ജേർണി ഓഫ് റെപ്യൂട്ടഡ് പേഴ്സണാലിറ്റീസ് എന്നുള്ളതാണ് എൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്.
അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് സാറിൻ്റെ ആ ജേണി ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ഒന്ന് അത് രീതിയിലൊന്ന്. ശരി, ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഓൾവേസ് വിത്ത് എ ഡ്രീം ആസ് യു സേ. ആ ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുട്ടിക്കാലത്ത് ഫ്ലൈറ്റ്സ് എല്ലാവരെയും ഫാസിനേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എയർഫോഴ്സ് എന്നുള്ള ആ ഒരു സ്വപ്നം വന്നതും അത് തന്നെയായിരിക്കണം തുടക്കം. പിന്നെ നമ്മളൊരു വഴിയെ നടന്നു പോകുമ്പോൾ വഴി ഇത് കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഈ വഴി അല്ല പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീട്രേസ് ചെയ്യുന്നതിൽ തെറ്റില്ല. നമുക്ക് വഴി മാറ്റി നമുക്ക് അടുത്ത വഴി നമ്മൾ തിരഞ്ഞു പോകുന്നത് തെറ്റില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് ആ വഴിയെ നടന്നു പോകുമ്പോൾ പഠിച്ച പാഠങ്ങൾ മറക്കണം എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. അപ്പോൾ അത്ര മാത്രമേ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. പൈലറ്റ് ആവാൻ ആഗ്രഹിച്ചു, PABT ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് ഡിഫൻസ് അക്കാഡമിയിൽ അഡ്മിഷൻ ആവുന്നത്. പക്ഷേ അങ്ങനെ വേണ്ട എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാർ പറയുന്നതിൽ അവരുടെ വാക്കിന് എൻജിനീയറിംഗ് എടുത്തു. എൻജിനീയറിംഗ് എടുത്ത് അതും നമ്മൾ എടുക്കുന്ന വഴി നമ്മൾ തെറ്റിക്കാൻ പാടില്ല. കാരണം തിരുവള്ളുവർ പറയുന്നത് പോലെ കർക്ക് കസ്റ്റഡർ കற்றവൈ കற்றപിന്നർക്ക് അതിർക്ക് തക. നമ്മളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ തെറ്റില്ലാതെ പഠിക്കണം, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ മാനേജ്മെൻറ്റ് പഠിക്കുന്നതും. അത് ഇഷ്ടപ്പെട്ട് പുറത്ത് പഠിച്ച് വന്നു കഴിയുമ്പോൾ ഇതിന് ഒരു ലൈഫ് സർവൈവ് ചെയ്യിക്കാനുള്ള പൈസ കിട്ടില്ല എന്നുള്ളത്. ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു അഴുക്കായ ഒരു ബാഗും അല്ലെങ്കിൽ ഒരു പെയർ ഡ്രസ്സും എന്നും പോലീസുകാർ വേട്ടയാടുന്നതും അങ്ങനത്തെയൊക്കെ നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വലിയൊരു സാലറി ഒന്നും നമുക്ക് അതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സർവൈവലും വലിയ പാടാണ്. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടേഴ്സിലേക്ക് തിരിഞ്ഞു, കമ്പ്യൂട്ടേഴ്സ് പഠിപ്പിക്കാൻ തുടങ്ങി, പീപ്പിൾ സോഫ്റ്റ് പഠിപ്പിച്ചു. അങ്ങനെയൊക്കെ സർവൈവലിൻ്റെ ഭാഗമായിട്ട് പഠിച്ചതൊന്നും ഞാൻ കളഞ്ഞില്ല. വെബ് ഡിസൈനറായിട്ട് ദുബായിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റേഡിയോ ജോക്കായി. റേഡിയോ ജോക്ക് ഇപ്പോൾ സാർ ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്തിട്ടൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ സാറിൻ്റെ വോയിസിൽ ഫാസിനേറ്റഡ് ആയിട്ടോ അതിൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ട് സാറിന് ആരെങ്കിലും വിളിച്ചതാണോ അതോ സാർ അത് തേടി പോവുമായിരുന്നോ? ഇല്ല, അതെന്താ പറ്റിയെന്ന് വെച്ചാൽ അമ്മ US പോരുന്ന സമയത്ത് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്, പുള്ളിക്കാരി ഒരു വോയിസ് ആർട്ടിസ്റ്റാണ്. ബക്കു എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനത്ത് തന്നെ എന്നെ നോക്കിയിരുന്നു ആ സമയത്ത്. അപ്പോൾ ബക്കു ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, എടാ നാളെ നിനക്ക് ഒരു ഡോക്യുമെൻ്ററി വോയിസ് ഓവർ ചെയ്യണം. അപ്പം എനിക്ക് വോയിസ് ഒന്നും ചെയ്യാൻ അറിയില്ല. അപ്പോൾ ബക്കു പറഞ്ഞു, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം എന്നിട്ട് ഒരു വൈകുന്നേരം എനിക്കിതിൻ്റെ ബേസിക്സ് പറഞ്ഞു തന്ന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്ന് അന്ന് തുറന്നു തന്നൊരു പാത. അത് അതിൽ നിന്ന് പഠിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വഴിയെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വഴിയെ പഠിക്കുന്നത് നന്നായിട്ട് മൂവ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ഒരു 6000-ഓളം സ്റ്റുഡൻസിന് ആ രീതിയിൽ വഴി കാണിച്ചു കൊടുത്ത് അവർ വോയിസ് ഓവറിൻ്റെ ലോകത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാൻ അതെനിക്ക് ഞാൻ എൻ്റെ ഗുരുവിന്, അതായത് ബക്കുവിന് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ഒരു ട്രിബ്യൂട്ട്, അല്ലെങ്കിൽ ബക്കു എനിക്ക് കാണിച്ചു തന്ന വഴി പോലെ എനിക്ക് 6000 പേർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി എന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് മേ ബി ഷീ ഫൗണ്ട് ഔട്ട്, എൻ്റെ ശബ്ദം കേട്ടിട്ട് ഇത് പറ്റും എന്ന് തോന്നിക്കാണും. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു, ഏതൊരു വ്യക്തിക്കും ഒരു വോക്കൽ അബറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് സംസാരത്തിൽ സ്റ്റട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വോക്കൽ ഡബിൾ വോയിസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക്, ഏതൊരു വ്യക്തിക്കും ഈ ഒരു ഫീൽഡ് പഠിച്ച് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് ഇമോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും എന്താ ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം ഞാൻ കുഞ്ഞുമോളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡബ് ചെയ്യില്ല എന്നൊരു വാശിയിലായിരുന്നു. അതായത് എൻ്റെ ഭാഷ കണ്ണൂർ ഭാഷയാണ്, എനിക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് നല്ലൊരു ശബ്ദമുണ്ട്, അത് യൂസ് ചെയ്യും. ഇന്ന് സിറ്റ്കോമിൽ ചെയ്യുന്ന 2 സിറ്റ്കോമിലും കുഞ്ഞുമോളുടെ വോയിസ് കാരണം തന്നെയും ആ സംസാര ശൈലി കാരണം തന്നെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു. ഇന്ന് പറയുന്നത് എന്താ, ഞങ്ങൾ ഷാർമിളയെ കണ്ടു എന്നാ പറയുന്നത്. ബാക്കിയുള്ള ചന്ദ്രമതി എന്ന് പറഞ്ഞ ക്യാരക്ടർ വരെ ആൾക്കാർ പറഞ്ഞിരുന്നത് ദിവ്യയെ കണ്ടു എന്നാണ്. ഇന്ന് ഷാർമിളയെ കാണുന്നത് എന്തുകൊണ്ടാണ്, ആ വോയിസും ആ ക്യാരക്ടറും കൂടെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു വിശ്വാസമാണ്, ഏതൊരു വ്യക്തിക്കും ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റും, പ്രൊവൈഡഡ് അവർ ഒരു ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. ഇപ്പോൾ കുഞ്ഞുമോളുടെ കാര്യത്തിൽ അങ്ങനെ ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി വോയിസ് നല്ലതാണ്, നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് സംസാരിക്കും, ആ കണ്ണൂർ സ്ലാങ് ഉണ്ട്, അതൊരു ഭംഗിയാണ്. അത് തന്നെയാണ് ആ ക്യാരക്ടറിലും ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. എല്ലാവരും പറയും ആ കണ്ണൂർ ഭാഷയും ആ ഒരു സിംപ്ലിസിറ്റിയും അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതാണ് ഒറിജിനൽ കുഞ്ഞുമോൾ. അങ്ങനെയാണ് വേണ്ടത്, ഒരു ആർട്ടിസ്റ്റിന് അതാണ് വേണ്ടത്. ഇപ്പോൾ മാമുക്കോയെ വന്നിട്ട് മറ്റേ അല്ല രാമോഷ എന്ന് കൊച്ചുള്ള എന്ന് പറയുന്ന ആ മാമുക്കോയ്ക്ക് പകരം എക്സ്ക്യൂസ് മീ മിസ്റ്റർ ബാലകൃഷ്ണൻ, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കില്ല. കാരണം അതാണ് അവരുടെ ഭംഗി. ഇന്നസെന്റ് വന്നിട്ട് ഏതെങ്കിലും മറ്റേ എന്തിരി വേണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കില്ല. അത്
ടിപ്പിക്കൽ ഇരിഞ്ഞാലക്കുട ആ സ്ലാങ് ഉള്ള ആള് തന്നെ വേണം. അത് ഇന്നച്ചൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആണ്. മാളയിലുള്ള മാള അരവിന്ദൻ അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഐഡന്റിറ്റി, അവരുടെ സ്ഥലമോ അവരുടെ ഭാഷയോ അവരുടെ ശബ്ദമോ എന്തൊക്കെയാണോ അത് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതില്ലാതാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കുഞ്ഞുമോക്ക് അത് കിട്ടണം എന്ന് ആഗ്രഹിച്ചു, അത് സാധിച്ചു. അത് വിതിൻ എ ഇയർ ആൻഡ് ഹാഫ് തന്നെ എനിക്കത് കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം സ്വന്തം ശബ്ദത്തിൽ അങ്ങനെ ഒരു നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. അത് ചെയ്യുന്നു എന്നുള്ള ആ സന്തോഷമുണ്ട്. അതുപോലെ സർ പിന്നീട് സൈക്കോളജി റിലേറ്റഡ് അപ്ലൈഡ് സൈക്കോളജി എടുത്തല്ലോ പിന്നീട് മാസ്റ്റേഴ്സ്. അതെന്താണ് സൈക്കോളജിയിലോട്ട്? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തോമസ് ജോസഫ് സാറ് മാത്സ് ആണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അപ്പം മാത്സ് പഠിപ്പിച്ചത് അപ്പോൾ മാത്സ് പഠിപ്പിക്കുന്നതിൻ്റെ ബോറടി മാറ്റാൻ, അതായത് ഞങ്ങൾ മാത്സ് പഠിച്ച് ബോറടിച്ച് എങ്ങാനും പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് സാറ് സൈക്കോളജിയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റിൽ ഞങ്ങൾ സാറിൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം പോയി സാറിൻ്റെ കൂടെ ചായയും കുടിച്ച് സ്കിസോഫ്രീനിയയും പാരനോയും എന്താണെന്നും ആ പഴയ കേസ് സ്റ്റഡീസും, അതായത് ഒരു 6 വയസ്സായ കുട്ടി 60 വയസ്സായ ഒരു അമ്മൂമ്മയുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നു എന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ ആ ഫാസിനേഷൻ, ആ ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിലെ ഫാസിനേഷൻ അതാണ് ഉണ്ടായത്. അപ്പോൾ തോമസ് ജോസഫ് സാറ് ഇത് സൈക്കോളജി ആണെന്നും ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെന്നും എല്ലാവരും സാറിന് സൈക്കോളജി എന്ന് പറഞ്ഞ് കളിയാക്കുക തന്നെ ഉണ്ടായിരുന്നു. കാരണം സാർ എപ്പോഴും ഈ സൈക്കോളജിയുടെ കാര്യങ്ങൾ പറയും. അപ്പോൾ ആ കളിയാക്കൽ കൂടുതൽ എന്നെ എഫക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എനിക്ക് കാണിച്ചു തന്നത് സാറാണ്. അപ്പോൾ അത് മനസ്സിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രീ ടൈം എന്ന ഒരു സമയം വന്നു കഴിഞ്ഞപ്പം എനിക്ക് ചെയ്യാൻ പറ്റിയത് ഭാരതീയ യൂണിവേഴ്സിറ്റി MSc അപ്ലൈഡ് സൈക്കോളജി ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് പഠിച്ചുകൂടാ? കാരണം പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് MSc സൈക്കോളജി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് മാത്രം പോരാ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെ ഇമോഷണൽ ഇന്റലിജൻസ്, TA, ഹിപ്നോതെറാപ്പി ലെവൽ 1, ലെവൽ 2, ലെവൽ 3, NLP ഇതെല്ലാം പഠിച്ചപ്പോഴും അല്ല, പല കോഴ്സസും പേഴ്സണലായിരുന്നു. കാരണം അന്ന് ഓൺലൈൻ ഇത്രയും പോപ്പുലർ അല്ല, ഇൻ പേഴ്സൺ തന്നെ പോകണം. അങ്ങനെ ഹിപ്നോതെറാപ്പി ലെവൽ 3 കഴിഞ്ഞ് ഞാൻ ഈ ഇന്ത്യൻ കൗൺസിൽ ഫോർ അക്കാഡമിക് ആൻഡ് പ്രാക്ടിക്കൽ ഹിപ്നോസിസ് അതിൻ്റെ ആ ഒരു ICAHന്റെ ഭാഗമാവുന്നത് വരെ എനിക്ക് ഒരു സെർച്ച് ആയിരുന്നു, എങ്ങനെയാണ് ഒരാളെ എത്രയും പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുക. കാരണം ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ സൈക്കിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഒരാൾക്ക് ഒരു സൊല്യൂഷൻ വേണം എന്നുണ്ടെങ്കിൽ ദാറ്റ് മൈറ്റ് ടേക്ക് 12 ആഴ്ചയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ 3 മാസമോ 4 മാസമോ 6 മാസമോ ചിലപ്പോൾ എടുത്തേക്കാം. ഹിപ്നോ എന്ന് പറയുമ്പം കുറച്ചുകൂടെ ഫാസ്റ്ററാണ്. അതായത് ഒരു വ്യക്തിക്ക് ഒരു 2-3 ആഴ്ചക്കകത്ത് തന്നെ നമുക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. കുഞ്ഞുമോള് ആദ്യം ഇത് തന്നെ NLPയുടെ ഒരു ചെറിയൊരു ഇത് കണ്ടിട്ടാണ് അത്ഭുതപ്പെട്ടത്. അപ്പൊ അത് ഞാൻ പറയുന്നതിനേക്കാളും കയ്യിൽ കുറെ കാലം വേദന ഉണ്ടായിരുന്ന ഒരാള് ആ വേദന പോകുമ്പോൾ ഉള്ള ഒരു ആ വിശ്വാസം. ശരിക്കും സ്ട്രെസ് കൊണ്ടാണ് ആൾക്കാർ കൈക്ക് വേദന ഉണ്ടായിരുന്നത് അല്ലേ? സ്ട്രെസ് മാത്രമേ നമുക്ക് മൈൻഡിൽ പല പ്രശ്നങ്ങൾ അത് റിഫ്ലക്ട് ചെയ്ത വേദന മാറാൻ വേണ്ടിട്ട് ഫോൺ വിളിച്ചാണ്. അങ്ങനെ ഞങ്ങള് പ്രണയമൊന്നും അല്ല. അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കൈവേദന മാറ്റി കൊടുത്തു. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആയിരുന്നു. NLPയുടെ ഒരു ചെറിയൊരു സെഷനാണ് ചെയ്തത്. അപ്പൊ പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡിന്റെ ബോഡിയിൽ കൊടുക്കുന്ന ഒരു പെർസെപ്ഷൻ മാത്രമാണ്. അപ്പൊ അത് കുഞ്ഞുമോക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ വലിയ ദോഷമില്ല. കാരണം സാധാരണ പുള്ളിക്കാരിക്ക് പരിചയമുള്ള ആണുങ്ങളൊക്കെ മറ്റേ ദ്രോഹം ചെയ്ത് വിഷമിപ്പിക്കുന്ന ആൾക്കാർ മാത്രമാണ്. അപ്പൊ ഈ മനുഷ്യൻ വലുതായിട്ട് ദ്രോഹിക്കുന്നില്ല എന്ന് തോന്നല്ലേ? ഇനിയുണ്ടോ? പ്ലസ് മാറ്റുകയും ചെയ്തു അല്ലേ? പെയിൻ മാറുകയും ചെയ്തു. പിന്നെന്താ ഈ 22nd 26th ഇടയ്ക്ക് 4-5 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അതും അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ അപ്പോയിന്റ്മെന്റ് കൊടുക്കാനായിട്ട് ഈ ലൈഫ് ലോങ് ഇരുന്ന് നമുക്ക് ചെയ്യാം. ലൈഫ് മുഴുവൻ അതാണ് പറയുന്നത് എ പേഴ്സൺ വിത്ത് ഗ്രേറ്റ് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അല്ലേ? ചെറുതെ പറഞ്ഞതല്ലേ, ശരിക്കും പറഞ്ഞതാ. അതില് പിന്നെ 29th ഒക്കെ ആയിക്കഴിഞ്ഞപ്പോ 22nd to 29th ആ ടൈമിനിടയിൽ ഒരാഴ്ച സമയത്തില് അങ്ങനെ സംസാരിച്ചു. അപ്പോയിന്റ്മെന്റ് ഒക്കെയാണ് ചോദിച്ചത്. പിന്നെ ഒരു
കോളിൽ ഇങ്ങനെ സംസാരിച്ചപ്പം എനിക്കിങ്ങനെ യാത്ര പോകണം, തീർത്ഥാടനം പോകണം, ക്ഷേത്രങ്ങൾ പോകണം. അപ്പം അങ്ങനെ പറഞ്ഞതിൽ ഉണ്ടായ ഒരു ചെറിയൊരു ചേഞ്ചാണ്. ഐ സെഡ് ഓക്കെ, ഐ വിൽ അക്കംപനി യു. കൂടെ ഡ്രൈവറായിട്ട് ഞാൻ വരാം. അപ്പം ഡ്രൈവറായിട്ട് വേണ്ട, ഒരുമിച്ച് പോകുന്നുള്ളൂ. അപ്പൊ അതുണ്ട്, അതിപ്പോഴും പണിയുണ്ട്. സി നമുക്ക് എന്തൊരു ലൈഫിന്റെ അനോളജി ഏത് രീതിയിലെടുത്താലും ലൈഫിൽ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ലൈഫ് മുന്നോട്ട് ഡ്രൈവ് ചെയ്തത് എൻ്റെ അച്ഛൻ തന്നെയാണ്. സാരഥി. എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാണ്. അങ്ങനെ ഒരു ഡ്രൈവർ വേണം. അപ്പോൾ അത് മക്കളെ സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ സേഫായിട്ട് നമുക്ക് വിടാവുന്ന എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതുണ്ടാവും, വേണം. അപ്പം അങ്ങനെ എൻ്റെ ലൈഫിൽ എന്നെ മുന്നോട്ട് നയിക്കാൻ എനിക്കൊരു സാരഥിയെ കിട്ടി. പുള്ളിക്കാരുടെ ലൈഫിൽ മുന്നോട്ട് നയിക്കാൻ ഞാനൊരു ആളെ കിട്ടി. ഓക്കെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് വേറെ സ്ഥലത്തോട്ട് അതൊക്കെ കരിയർ ബേസ് പറഞ്ഞു വന്നപ്പോഴത്തേക്കും സൈക്കോളജി ഒക്കെ കഴിഞ്ഞു. പിന്നെ എവിടെയാണ് നമുക്ക് ഈ അഡ്വക്കേറ്റ് ആകാനുള്ള ഒരു ആഗ്രഹം? എൻ്റെ വല്യച്ഛനും അച്ഛൻ്റെ അച്ഛൻ, അതായത് അച്ഛൻ്റെ സൈഡിലുള്ള പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം കേരളം അറിയുന്ന ഒരു വളരെ റിനൗണ്ട് ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ വക്കീലാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ചുമ്മാ കേസില്ല, വക്കീലായിട്ട് വീട്ടിൽ ഇരിക്കാനല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ധാരണ ഉണ്ടായപ്പം ഈ ലോ എന്ന് പറഞ്ഞ ഒരു ഫീൽഡിനോട് ആഗ്രഹം പോയതല്ല, അത് അവിടെ ഇരിക്കട്ടെ, പിന്നെ നോക്കാം, അങ്ങനെ ഉണ്ടായിരുന്നു. ദെൻ വാട്ട് ഹാപ്പൻഡ് ഇസ്, ഞാൻ ഈ കുറേ പേഷ്യൻസിന്, സൈക്കോളജി പേഷ്യൻസിനെയൊക്കെ അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്കെല്ലാം ലീഗൽ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുമ്പം എന്തുകൊണ്ടാണ് നിങ്ങളൊരു അഡ്വക്കേറ്റിനെ അപ്രോച്ച് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർ വല്ലാതെ ഫീസ് ചാർജ് ചെയ്യും, അവരുടെ പൈസ വാങ്ങിക്കുന്ന അമ്മാതിരി പൈസ വാങ്ങിക്കുന്നതെന്നൊക്കെ ഒരു റിമാർക്ക് വന്നപ്പോൾ, വിച്ച് ഇസ് നോട്ട് ട്രൂ. എത്രയോ ആൾക്കാർ അവരവരുടെ ലൈഫ് മുഴുവനും ഈ അഡ്വക്കസിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അവർ അങ്ങനെ പൈസയ്ക്ക് വേണ്ടി അലയുന്നവരൊന്നുമില്ല. മേ ബി 1-2 പേരൊക്കെ ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ അവർ ദേ ഹാവ് സം കൈൻഡ് ഓഫ് വാലിഡേഷൻ അവിടെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ഫീൽഡിനോട് ശരി എന്തുകൊണ്ട്. അപ്പോൾ ആ സമയത്താണ് ഹരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും വേറൊരു 2 ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഈവനിങ് കോളേജ് ഇതാവുന്നുണ്ട്, നമുക്ക് വൈകുന്നേരം ഫ്രീ അല്ലേ, നമുക്ക് എന്തുകൊണ്ട് പോയി പഠിച്ചുകൂടും. അപ്പോൾ എനിക്ക് അത്രയും വെയിറ്റ് ചെയ്തിരുന്ന എന്തോ ടൈം ആൻഡ് ഓപ്പർച്യൂണിറ്റി അത് മീറ്റ് ചെയ്തതുപോലെ ഫോം ഫില്ലപ്പ് ചെയ്തു കൊണ്ട് കൊടുത്തു. ഇൻ്റർവ്യൂവിന് വിളിച്ചു, ഓക്കെ ആയി, ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി, ക്ലാസ് കഴിഞ്ഞു. ഇപ്പോഴും അവരുടെ 2 പേരുടെയും ഫോം അവിടെ ടേബിളിൽ തന്നെ ഇരിപ്പുണ്ട്. നമ്മളൊന്നിനിറങ്ങിയ പിന്നെ അതിന്റെ അച്ചീവ്മെന്റിൽ കഴിയാതെ വേറൊരു സംഭവം ഇല്ലല്ലോ. ഇത്രയും പിന്നെ അത് കഴിഞ്ഞ് LLB കഴിഞ്ഞു, എയ്ബ് എക്സാം ക്ലിയർ ചെയ്തു, LLM ജോയിൻ ചെയ്തു, LLM കോഴ്സ് കഴിഞ്ഞു. എക്സാം എഴുതാൻ പറ്റിയില്ല, കുറേ ഷൂട്ടും ബാക്കിയുള്ള ഡേറ്റ്സിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അതങ്ങനെ പോകുന്നു. ഇപ്പോൾ പിന്നെ പുതിയ ഫീൽഡിലേക്ക് തിരിഞ്ഞു. അതായത് കുഞ്ഞുമോക്ക് കഞ്ഞിക്കട തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞാനതൊരു ഇറ്റാലിയൻ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറന്റ്. ഞാനിപ്പോ ഡിപ്ലോമ ഇൻ കൾനറി ആർട്സ് ചെയ്യുന്നു, ഷെഫ് ആവാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബിറ്റായിരിക്കും നമുക്ക്. അപ്പോൾ ക്ലാസ് തുടങ്ങി. ഷെഫ് മയങ്കും ഷെഫ് കരൺ, അപ്പോൾ അവരൊക്കെ പഠിപ്പിക്കുന്ന രീതി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഫീൽഡിനോടുള്ളൊരു അഫിനിറ്റി പ്രോബബ്ലി 4 വയസ്സിലോ 5 വയസ്സിലോ അമ്മയുടെ കൂടെ കുക്കിംഗ് തുടങ്ങിയത് കൊണ്ടായിരിക്കാം. ഉണ്ടാക്കും. കഞ്ഞി മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ? അല്ലല്ല, ഒരു പ്രോപ്പർ ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ആണ്. കഞ്ഞി പറഞ്ഞു അത് അല്ലേ? നമ്മൾ മലയാളികൾക്കൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും, അന്റാർട്ടിക്ക പോയാലും നമുക്ക് നമ്മുടെ ഫുഡ് വേണം. ചോറും മീൻകറിയും വേണം, അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും വേണം. അത് മാത്രമേ കഴിക്കുള്ളൂ. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു നാടിന്റെ രുചിയോ അവരുടെ രീതികളോ നമുക്ക് മനസ്സിലാവാൻ പറ്റില്ല. ഇപ്പോൾ ആസ് എ ഷെഫ് ഓർ ഷെഫ് ടു ബി, കേരളത്തിൽ പച്ചമുളക് കിട്ടുന്ന നാട് കുറച്ച് നനവുള്ള മഴയുള്ള സൗത്തിലാണ്. പാലക്കാടിൽ മഴ കുറയുമ്പം അവിടെ ഉണങ്ങിയ മുളകേ കിട്ടുള്ളൂ. അതുകൊണ്ട് തെക്കില് തേങ്ങാ ജീരകം പച്ചമുളക് അരച്ചാൽ പാലക്കാട് തേങ്ങാ ജീരകം ചുവന്ന മുളകാണ്. അപ്പോൾ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് രീതി മാറും. അപ്പോൾ ആ ടേസ്റ്റ് നമ്മൾ കഴിച്ചാലേ അറിയുള്ളൂ. ഇപ്പോൾ കുഞ്ഞുമോള് ഞാനും കൂടെ ഹൈദരാബാദ് പോയപ്പോൾ റാഗി മുദ്ദ കഴിച്ചിട്ട് റാഗി മുദ്ദ കഴിച്ചപ്പോൾ
ഷി വാസ് എക്സൈറ്റഡ്. കൊള്ളാലോ ഈ സാധനം, റാഗി മുദ്ദയും അതിൻ്റെ കൂടെ ഒരു കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കുറേ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. മോൻ പാനിപ്പൂരി കഴിക്കില്ലായിരുന്നു. എൻ്റെ കൂടെ വന്നിട്ട് ഒരു ഓതന്റിക് പാനിപ്പൂരി സ്റ്റോറിൽ പോയി കഴിച്ചു കഴിഞ്ഞപ്പം ഇപ്പം നമുക്ക് പാനിപ്പൂരി കഴിക്കാൻ പോകാം എന്ന് പറയുന്നൊരു ആ ഒരു ഏർജ് ഉണ്ട്. ഇപ്പോൾ കുഞ്ഞുമോൾ അങ്ങനെ ഫ്രൈസ് ഒന്നും കഴിക്കും, ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാത്ത ആൾ ഇപ്പോൾ ഫ്രൈസോ ബർഗറോ എല്ലാം കഴിക്കാറ്. എന്താ കഴിക്കും? അന്നൊരു കല്യാണം കഴിച്ചു, പിന്നെ ഇപ്പൊ എന്തും കഴിക്കും. സോ യാ, നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോകുന്നോ അവിടെ എന്താണോ നല്ലത് അത് കഴിച്ചു. കാരണം ഇഫ് യു ഗോ ടു ഇറ്റലിയോ നേപ്പിൾസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ലോകത്തിന്റെ വൈവിധ്യം അറിയുള്ളൂ. അല്ലെങ്കിൽ അപ്പോഴും നമ്മൾ ആ കിണറ്റിലെ തവളയായി. നമുക്ക് അവിടെ ഇറ്റലി പോയാലും അവിടെ ഒരു സ്റ്റോൺ അവനിലുള്ള ഫ്ലാറ്റ് പിസ്സ നമ്മൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെയും കഞ്ഞിയും കറിയും വേണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാ. അപ്പോൾ കഞ്ഞിക്കട തുടങ്ങാം, പക്ഷെ ഇറ്റാലിയൻ കഞ്ഞിക്കട ആയിരിക്കുന്നേ ഉള്ളൂ. ഒരു ചെറിയ അടുപ്പ് വന്നു കഴിഞ്ഞാൽ കഞ്ഞി വെച്ചു. നാടൻ കഞ്ഞിയും കൂടി ദിവ്യ സ്പെഷ്യൽ. അല്ല, ചിലപ്പോ ഇറ്റാലിയൻ ആർക്കും വേണ്ടായിരിക്കും, വരുന്നവർ മുഴുവൻ കഞ്ഞി കുടിക്കാൻ വരുന്നവരാവും. പണിയാവേ. അങ്ങനെയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ആക്ടിങ് ഫീൽഡിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നല്ലോ, കൂടുതലായിട്ട് എല്ലാവരും നേരത്തെ ഉണ്ടെങ്കിലും ഏഷ്യാനെറ്റിൽ ഈ ഒരു സീരിയൽ വന്നപ്പോഴാണ് കൂടുതലായിട്ട് ആൾക്കാർ അറിയുന്നത്, സാധാരണ ആൾക്കാരെ, സാധാരണ ജനങ്ങൾ. ബിക്കോസ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു 50-60 എപ്പിസോഡ് പോകുന്ന ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മേ ബി 3 ഷെഡ്യൂൾ 4 ഷെഡ്യൂൾ വരുന്നത്, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ പത്രമാറ്റം ഇപ്പോൾ തുടങ്ങിയിട്ട് 1000 എപ്പിസോഡ് കഴിഞ്ഞു, 3.5 വർഷമായി. ആൾക്കാർ കണ്ട് ശീലിച്ചു പോയി. അപ്പൊ ഇപ്പൊ എന്നെ അറിയില്ല, ഇപ്പൊ മുത്തശ്ശനെ അറിയാവും. ഇപ്പൊ എവിടെയെങ്കിലും ഞാൻ മൂർത്തി മുത്തശ്ശൻ എന്നൊക്കെ. ഞാന് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കുഞ്ഞുമോളോട് സംസാരിച്ചുകൊണ്ട് ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ താഴെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മൂർത്തി മുത്തശ്ശൻ താഴെ ഇരിക്കുക. അവർക്ക് ഞാൻ ജ്വല്ലറാണ്, ഞാൻ ജ്വല്ലറി ഓണറൊന്നും അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒന്ന് ബാക്കിലോട്ട് പോയാലേ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മാരേജ് ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്, സാറ് എന്നെ പറയുന്നുണ്ട്, സാറിന്റെ അമ്മയെ പോലെ ഒരു പെൺകുട്ടിയായിരുന്നു സാറിന് ആഗ്രഹം എന്ന് പറഞ്ഞു. ഒരു വ്യത്യാസമില്ല, ദിവ്യ കിട്ടി. ഓക്കെ, അങ്ങനെയുള്ള ആളെങ്ങനെയാണ് അങ്ങനെ ഒരു റിലേഷനിലേക്ക് പോയത്? ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച്ഡ് ആയിരുന്നു? അറേഞ്ച്ഡ് അല്ലായിരുന്നു. അറേഞ്ച്ഡ് അല്ല, ലവ് മാരേജ് ആണ്. സി, ഒരാൾക്ക് വീട്ടിൽ ഉള്ള സിറ്റുവേഷൻ അനുസരിച്ച് അത് ഗ്രോയിങ് പീരിയഡിൽ വരുന്ന ഒരു എന്താണ്, എനിക്ക് കെയർ കിട്ടിയില്ലേ എന്നുള്ളൊരു തോന്നലിന് വേറൊരാളുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു ശ്രമം തെറ്റായ ഒരു വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ലവിൻ്റെ ഒരു പ്രശ്നം. ശരിക്കും ഒരാൾ ഇഷ്ടപ്പെട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അറ്റ് ദ സെയിം ടൈം ഇഫ് യു ഫോൾ ഇൻ ടു ദ റോങ് ഹാൻഡ്സ്, ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ലോകത്തിന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം, ബിക്കോസ് ഐ ഹവ് ബീൻ ത്രൂ ദാറ്റ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആ ആക്സിഡൻറ്റിനെ കുറിച്ച് ഓർത്ത് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞു, അത് പഠിച്ചു. ഇനിയിപ്പോൾ അങ്ങനെ ഞാൻ പോയി വീഴില്ലാന്ന് എനിക്കറിയാം. അപ്പോൾ ഐ ഡോണ്ട് റിയലി സിറ്റ് ആൻഡ് ബ്രൂഡ് ഓവർ അയ്യോ അന്ന് അങ്ങനെ ആയല്ലോ ഞാൻ ആലോചിക്കില്ല. കാരണം എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ളതാണ്, പുറകോട്ട് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, അന്നുള്ള സാറിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ആറ്റിറ്റ്യൂഡും തമ്മിൽ ഡിഫറൻസിയേഷൻ വന്നു എന്നുള്ളതാണ്. അതായത് അന്ന് സാറിന് ഒരു എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല അയാള്, ഫസ്റ്റ് മാരേജിലുള്ള ആള്. കുറച്ച് എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ചേഞ്ച് എ പേഴ്സൺ അറ്റ് ഓൾ. അതൊക്കെ അല്ല, ഒരാൾ ഇപ്പൊ ഡോക്ടറേറ്റ് എടുത്തു എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരാള് IAS എടുത്തു എന്ന് വെച്ചാലും അയാള് ബേസിക്കലി ആരാണോ അയാളായിട്ട് തന്നെ ഉണ്ടാവും, ക്യാരക്ടർ വൈസ്. ഇപ്പോ ജയകാന്തന്റെ 100 സിംഹാസനങ്ങൾ എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുകയാണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്, ഒരു ഭിക്ഷക്കാരിക്ക് ജനിച്ച ഒരാൾ IAS ഓഫീസറായിട്ട് പുള്ളിക്കാരൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു സ്ഥലത്ത് ഈ അമ്മ പകുതി പുഴുത്ത രൂപത്തിൽ കിടക്കുന്നത് കാണുമ്പോൾ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഈ മകൻ്റെ ചേതോവികാരം എത്ര ഭംഗിയായിട്ടാണ് ജയകാന്തൻ എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, IAS ഓഫീസർ ആണെങ്കിലും അമ്മ ഭിക്ഷക്കാരിയാണെന്ന് പറയാനുള്ള വിഷമമില്ലാതെ. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഇതുപോലെ 100 സിംഹാസനങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ സ്ഥാനം കിട്ടുകയുള്ളൂ. കാരണം ഒരു ജാതീയമായ ഒരു പ്രശ്നം, അതിന് എത്ര ഭംഗിയായിട്ടാണ് ജയകാന്തൻ പറയുന്നത്, റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എഡ്യൂക്കേഷൻ ഇസ് ജസ്റ്റ് ഒരു ലാഡർ മാത്രം. കയറിപ്പോയ ആൾ അത് തന്നെ ആയിരിക്കും ബേസിക്കലി. ഇപ്പോൾ
ലെറ്റ്സ് സേ നാളെ കുഞ്ഞുമോക്ക് MBBS ചെയ്യണമെന്ന് തോന്നി, ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ ആയി കഴിഞ്ഞാൽ കുഞ്ഞുമോൾ കണ്ണൂർ ഭാഷയിലേ സംസാരിക്കും ഇല്ലേ? ആ അപ്പോൾ ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് സഡനായിട്ട് ഫ്രഞ്ചിലൊന്നും മെർസി ബുക്കൊന്നും പറയത്തൊന്നുമില്ല. ക്യാരക്ടറും എഡ്യൂക്കേഷനും അതെല്ലാം ഡിഫറെന്റ്. മാർക്ക് മാൻസന്റെ ബുക്കിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് ഒരാള് കുറെ കാലമായിട്ട് കവിത എഴുതി പബ്ലിഷറിന് അയച്ച് തിരിച്ചു വന്നുകൊണ്ടിരുന്ന ആള് കുടിച്ച് പോസ്റ്റ് ഓഫീസിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യൻ. ആ പോസ്റ്റ് ഓഫീസിൽ അവർക്ക് ജോലിയും കൊടുത്തു, സീലടിക്കുന്ന ജോലിയും കൊടുത്തു. ആ സമയത്ത് ഇവന്റെ പോയട്രി പബ്ലിഷ് ആകുന്നു, ഇവൻ വലിയൊരു കവിയാവുന്നു. പക്ഷെ അപ്പോഴും രാത്രി അവൻ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ലോക്കൽ ബാറിൽ കുടിച്ചിട്ട് ഈ പോസ്റ്റ് ഓഫീസിന് അവിടെ ഒന്ന് കിടക്കണം. സക്സസ് ഡസ് നോട്ട് ചേഞ്ച് എനിത്തിങ്. ഞാൻ എൻ്റെ ആ പഴയ പ്രോബബ്ലി ഒരു 6 വയസ്സിൽ ഞാൻ എന്താണോ, വി ആർ ഓൾ ഓവർ ഗ്രോൺ 6-year-olds. എൻ്റെ കുഞ്ഞുമോൾ 6 വയസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത് തന്നെയാണ് ഇപ്പോഴും. ഞാനും അത് തന്നെയാണ്. ഞാനും അത് തന്നെയാണ്. ശരിക്കും ചൈൽഡിഷ് ആയിട്ട് ഇന്നസെന്റ് ആയിട്ട്, ഇത്രയും ഇന്നസെന്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ഒരാളിനെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാൻ സത്യം പറഞ്ഞ. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ്. വളരെ ഹാപ്പി ആയിട്ട് അത് വലിയൊരു ഭാഗ്യമാണെന്ന് പറയാം. അതെ, പിന്നെ ശരിക്കും ഇന്നിപ്പോ ഗ്രാമീണ നിഷ്കളങ്കത എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഗ്രാമത്തിൽ പോലും ഞങ്ങൾക്ക് കിട്ടത്തില്ല ഇതുപോലെ ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളിനെ. പിന്നെ സർ റൈറ്റിംഗിലോട്ട് വരുന്നുണ്ടല്ലോ. ഫസ്റ്റ് റൈറ്റിംഗ് എക്സ്പീരിയൻസ് ആത്മവികാരമായിരുന്നു. ആത്മവിചാരം ഇറ്റ് ഹാപ്പൻഡ് വിചാരം ഒരു കുത്തുമേളുണ്ട്. അപ്പോൾ ആത്മവിചാരം തുടങ്ങുന്നത് ഒരു SMS അയച്ചു ഒരു ഫ്രണ്ടിന്. പുള്ളിക്കാരന് ഫ്ലൈറ്റിൽ, ബിനലിലാണ് എൻ്റെ ആ ഫ്രണ്ടിൻ്റെ പേര്. ബിനൽ ഫ്ലൈറ്റിൽ ഈ ഫ്ലൈറ്റിൻ്റെ സർവീസസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡോറിൻ്റെ ഒരു പോർഷൻ വന്ന് തോളത്ത് വീണിട്ട് വയ്യാണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അവന് എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ളത് ചെറിയൊരു SMS അയച്ചതാണ്. അപ്പോൾ ഹി സെഡ് ഇത് ഡീറ്റെയിൽ ചെയ്തതാ. അങ്ങനെ ഡീറ്റെയിൽ ചെയ്തു. അപ്പോൾ അതൊരു ആർട്ടിക്കിൾ പോലെ ആയിക്കഴിഞ്ഞപ്പോൾ ഹി സെഡ് ഇതുപോലെ എന്തുകൊണ്ട് എഴുതിക്കൂടാ? ഞാൻ പറഞ്ഞു എഴുതാം. ആർക്ക് വേണ്ടി എഴുതണം എന്ന് ചോദിച്ചപ്പം ഹി സെഡ് ആർക്ക് വേണ്ടി എഴുതണം, ഇത് നല്ല ഐഡിയ അല്ലേ? അങ്ങനെ ആ കോർ സബ്ജക്റ്റിൻ്റെ ഒരു ചാപ്റ്റർ എന്ന് അടുത്ത 9 ദിവസം കൊണ്ട് വന്നതാണ് ബാക്കി 18 ചാപ്റ്റർ. അങ്ങനെ 18 ചാപ്റ്റർ 99 പേജ്. ആ ബുക്കിൻ്റെ എല്ലാ ഇത് നോക്കിക്കഴിഞ്ഞാൽ 9 ഇമേജസ്, 18 ചാപ്റ്റേഴ്സ്, 99 പേജ്, എല്ലാം 9ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കണ്ടത്. അപ്പൊ അതെന്തോ ഒരു ഡിവൈൻ ഓർഡിനേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ അത് ഞാൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിയതല്ല, അങ്ങനെ ആയതാണ്. അങ്ങനെ തുടങ്ങിയതാണ് ആത്മവിചാരം. ദാറ്റ് വാസ് അബൌട്ട് ലൈഫ്, സ്പിരിച്വാലിറ്റി ആൻഡ് മോർ. അതിനുശേഷം കുറേ എഴുതി. പക്ഷെ ഇപ്പോഴും ഞാൻ ചില സമയത്ത് കുഞ്ഞുമോളെ സ്വന്തം ഒരു ബുക്ക് എഴുതി തുടങ്ങിയതിൽ ആദ്യത്തെ ചാപ്റ്ററൊക്കെ എന്നെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഇത്ര ഭംഗിയായിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നും. അപ്പോൾ റൈറ്റേഴ്സ് എപ്പോഴും ഹിഡൻ ആണ്. അവർ പബ്ലിഷ് ചെയ്യുന്നത് വരെ അവരെ ആർക്കും അറിയില്ല. ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ റൈറ്റർ ആണെന്ന് ഇന്റർവ്യൂസ് പണ്ടേ എഴുതും. പണ്ടേ കവിതകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കുഞ്ഞുമോക്ക് കവിതകൾ ഒത്തിരി ഇഷ്ടമാണ്. പണ്ട് ഈ കോളേജ് കാലത്ത് കേട്ട കവിതകളൊക്കെ ഇപ്പോഴും കാണാപാടമാണ്. അപ്പൊ അത് ചൊല്ലുന്ന രീതിയും കേൾക്കാനും നല്ല രസമാണ്. പിന്നെ കണ്ണൂരിന്റെ മണ്ണിൽ കുറച്ച് കമ്മ്യൂണിസം ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് ഇതിലുള്ള ചില കവിതകളൊക്കെ അല്ല അങ്ങനെയല്ല. അപ്പൊ അങ്ങനത്തെ കവിതകള് മറ്റേ ഓരോ കവിതകളിലുള്ള ആ വിപ്ലവം പ്രോബബ്ലി അന്ന് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് വിപ്ലവം ഇൻഫ്ലുവൻസ് ചെയ്യല്ലോ. അപ്പൊ അങ്ങനത്തെ വിപ്ലവം കലർന്നതും നൊമ്പരം കലർന്ന കവിതകളൊക്കെ ഇപ്പോഴും കാണാപ്പാടവും. പിന്നെ അതിങ്ങനെ പറയുമ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം സംസാരിച്ച് ഷീ വാസ് ജസ്റ്റ് അതിങ്ങനെ പറഞ്ഞ് ആ ഏട്ടാ പിന്നെ ആ കവിതയില്ലേ അതിങ്ങനെ പറഞ്ഞ് അത് കേൾക്കാൻ നല്ല രസമാണ്. അപ്പൊ ലൈഫിൽ നമുക്ക് അതാണ് അലിഞ്ഞു ചേർന്നതായിരിക്കും ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പൊതുവേ എല്ലാവരും കുഞ്ഞുങ്ങളോട് പാട്ട് പാടാൻ പറയും. പക്ഷെ ആരാണോ അത് മനസ്സിലാക്കി കവിത ചൊല്ലിക്കുന്നത് അവർക്ക് വേറൊരു കുഞ്ഞുമോളെ കാണാൻ പറ്റും. ബിക്കോസ് അത്രത്തോളം ഹാർട്ട് ഫെൽറ്റ് ആയിട്ടാണ്. പാട്ട് പാടുന്ന പോലെ അല്ല. അതൊക്കെ ചൊല്ലും. ഞാൻ പറയുന്നത് അത് പ്രോബബ്ലി ആൾക്കാർ കാണുന്നത് ഒരു എക്സ്റ്റേണൽ സൗന്ദര്യം, മറ്റേ ഇപ്പൊ ഇൻസ്റ്റാ റീലിലൊക്കെ കണ്ടിട്ട് സുന്ദരിക്കുട്ടിയാ. മനസ്സിന്റെ സൗന്ദര്യം കാണുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പ്രോബബ്ലി അവർക്ക് ജസ്റ്റ് പറയുന്നത് കേട്ടാൽ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, നീ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആ ലൈഫ് എക്സ്പീരിയൻസസ് വേറൊരാൾക്ക് പാഠമാവും. കാരണം ലൈഫിൽ അത്രയും കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പ്രോബ്ലി അത്രയൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടത് വേറെ ആയിരിക്കും. എൻ്റെ 50 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കണ്ടത് പല ഫീൽഡിലുള്ള പല കാര്യങ്ങളായിരിക്കും.
കുഞ്ഞുമോളുടെ എക്സ്പീരിയൻസ് ഐ കനോട്ട് അണ്ടർഗോ ബിക്കോസ് ഐ എം നോട്ട് എ വുമൻ. അപ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തത് അത് പുസ്തകമാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്നില്ല, അത് പറഞ്ഞിട്ടുണ്ട്, എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എഴുതി കേട്ട 2-3 ചാപ്റ്ററൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സമയം കണ്ടെത്തി എഴുതും തോന്നുന്നു. പറയുന്ന വാക്കുകളെക്കാളും നമ്മൾ എഴുതുമ്പോഴാണ് കൂടുതൽ നമ്മുടെ ഫീലിങ്സ് അല്ലേ? അല്ല, എവിടെയോ ഒരു തെറ്റിദ്ധാരണ, അത് കുഞ്ഞുമോക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. വലിയ സാഹിത്യ ഭാഷയും കടിച്ചാ പൊട്ടാത്ത വാക്കുകളും ഒരിക്കലും ആർക്കും എന്താ പറയുക, ഇത് എന്താ എഴുതിയിരിക്കണം എന്ന് മനസ്സിലാവാത്തത് രീതിയിലുള്ള എഴുത്ത് മാത്രമാണ് നല്ലതെന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. നമുക്ക് കുഞ്ഞുണ്ണി മാഷ് എത്ര സിമ്പിളായിട്ട് കവിതകൾ എഴുതി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ശിവശങ്കരി മാം തമിഴിൽ എഴുതിയ ബുക്സോ ജയകാന്തന്റെ ബുക്സോ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ശിവശങ്കരി മാം വളരെ സാധാരണ ഭാഷയിൽ വീട്ടിൽ ശ്യാമ എന്ന് പറഞ്ഞിട്ടൊരു പട്ടി, അപ്പോൾ ജിബുമ്മ എന്നാ വിളിക്കുക. ശിവശങ്കരി മാമിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും കാണാം ശ്യാമ ഉള്ളേ ഇരിക്കുന്ന ആൾ ജാഗ്രത. അതായത് പട്ടിയുണ്ട് എന്നല്ല അവിടെ എഴുതി വെച്ചിട്ടുള്ളത്, ശ്യാമ അകത്തുണ്ട് സൂക്ഷിക്കാം. അത്രത്തോളം അവര് ശ്യാമയെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ 7ാമത്തെ ശ്യാമയായിരുന്നു ഞാൻ കാണുമ്പോൾ, 7ാമത്തെ ശ്യാമയാണുള്ളത്. ഏത് ശ്യാമ വന്നാലും അത് ജർമ്മൻ ഷെപ്പേർഡ് ആയിരിക്കും, ശ്യാമ എന്നായിരിക്കും പേര്. അത് അവരുടെ ആ ഒരു രീതി അങ്ങനെയാണ്. അപ്പോ അപ്പൊ അങ്ങനെ നിഷ്കളങ്കമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാർ. അപ്പൊ അത് കുഞ്ഞുമോളുടെ എഴുത്തിൽ ഞാനത് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പഴയ അനുഭവങ്ങൾ പറയുമ്പോൾ അത് എത്രത്തോളം ഹാർട്ട് ഫെൽറ്റ് ആണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് എഴുതുക എന്ന് പറഞ്ഞത്. ഐ എം ഓൾസോ വെയിറ്റിംഗ്. എന്നാണോ കുഞ്ഞുമോളുടെ ബുക്ക് വരുന്നത് അന്ന് ലോകം അങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് പെട്ടെന്ന് എഴുതുമെന്ന് പറയേണ്ട കാര്യമില്ല. മനസ്സിന്ന് അവർ എഴുതുന്ന സമയത്ത് ആ ഭംഗി എന്തായാലും വരും. അതില് ഇപ്പോ നിത്യചൈതന്യേതി 143 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 143 പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണോ എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഒരേ ഒരു കൃതിയിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. ഇപ്പം ഞാൻ 100 ബുക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെക്കാളും നല്ല എഴുത്തുകാരിയാണോ അല്ലയെന്നൊന്നും അസസ് ചെയ്യണത് 100 ബുക്ക് എത്തുമ്പോഴല്ല. കുഞ്ഞുമോളുടെ ആദ്യത്തെ ബുക്കിൽ ചിലപ്പോൾ എന്നെക്കാളും വലിയ എഴുത്തുകാരിയാവും. അപ്പോൾ പിന്നെ ആസ് എ റൈറ്റർ ഞാൻ ചിലപ്പോൾ കുഞ്ഞുമോളുടെ റെക്കമെൻഡേഷനൊക്കെ വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ബുക്ക് ഫെയറിലൊക്കെ പോയെന്നിരിക്കും. നല്ലതല്ലേ അങ്ങനെ വരുന്നത്? പിന്നെ എന്താ അതിനെന്താ, നല്ലതല്ലേ? ഹസ്ബൻഡ് നമ്മൾ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമല്ലേ? വേറെ ഉള്ളവർ മോട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാളും അതാണ് ഏറ്റവും വലിയ നല്ല കാര്യം. അതുകൊണ്ട് തന്നെ ദിവ്യക്ക് നല്ല ഇതായിട്ട് എഴുതാനും ഒക്കെ പറ്റും. ഞാൻ ദിവ്യ എന്ന് വിളിക്കുന്നുണ്ടെന്ന് തോന്നരുതേ. ഞാൻ ഫസ്റ്റ് ദിവ്യ മാം എന്നൊക്കെ വിളിച്ചാണ് സംസാരിച്ചത്. മാം തന്നെ ഞാൻ റെസ്പെക്ട്ഫുള്ളി ഓക്കെ. പക്ഷെ അല്ലാണ്ട് നോക്കിയപ്പോ എന്നെക്കാളും നല്ല ഏജ് കുറവാണ് കേട്ടാ. അയ്യോ ഞാനിങ്ങനെ ഏജ് ഉണ്ട്, കളി മാത്രമേ കുട്ടിയുള്ളൂ. ഇല്ല എന്റെ അത്ര ഏജ് ഇല്ല. അപ്പോ അത് കണ്ടിട്ട് ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ അവിടെ ആൾക്കാർ കാണിക്കുന്ന സ്നേഹം, അതായത് അയ്യോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ആ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ, ഗുരുവായൂർ വെച്ചിട്ട് അവർ പറഞ്ഞ പോലെ ഞങ്ങളെ മനസ്സിലായി, ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ടെന്ന്. അവർക്ക് മനസ്സിലാവില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ആ എക്സൈറ്റ്മെന്റും ചന്ദ്രമതിനെ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ഷാർമിളയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഷാർമിളയാണ് ഇപ്പോൾ. അപ്പൊ അത് നല്ല രീതിയിൽ അത് അവർക്കൊന്നും അവരെ ഏജോ ഇതൊന്നും അല്ല നോക്കുന്നത്. ഞാനിപ്പോഴും എല്ലാവർക്കും ഒരു 75 വയസ്സുകാരനാണ്, വിച്ച് ഐ എം നോട്ട്. പക്ഷെ ഞാൻ മുത്തശ്ശനാണ് അവർക്ക്. ഇപ്പൊ ഒരു സ്കൂളിലെ ഫംഗ്ഷന് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് മുത്തശ്ശനെ അറിയാവൂ. അപ്പൊ അവിടെ പ്രിൻസിപ്പൾ പറയണ്ടായിരുന്നു മുത്തശ്ശൻ മാത്രമല്ല വേറെ അങ്ങനെ. അവർക്ക് അതൊന്നും മുത്തശ്ശനാണ്, ഇത് മുത്തശ്ശനാണ്. പത്തരം മാറ്റി കഴിയുന്നത് വരെ ഈ താടി ഉണ്ടാവും, അത് കഴിഞ്ഞ് മാറ്റാൻ വല്ല പത്തരം മാറ്റിൽ തന്നെ ഇനിയിപ്പോ മുത്തശ്ശൻ താടി എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കളയേണ്ടി വരും കണ്ടിന്യൂറ്റി അല്ലേ. അത് തന്നെ പ്രത്യേകമായിട്ട് റെക്കമെൻഡ് ചെയ്ത് അല്ലേ. ഒരു വാശിപ്പുറത്ത് ഒരിക്കൽ ചെയ്തതാണെന്ന് കേട്ടിട്ടുണ്ട് ഈ താടി വളർത്താൻ. എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. സീരിയലിന്റെ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ എഴുതാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. അയ്യോ സീരിയലൊന്നുമല്ല, നല്ല സിനിമ കഥകളൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ ലൈഫിൽ കാണുന്ന എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് സിനിമയായിട്ടൊക്കെ വരുന്നത്. അല്ലാതെ സിനിമയൊക്കെ ഈവൻ ഫാന്റസി ഐ വുഡ് സേ മനോജ് നായക് ശ്യാമളൻ്റെ സിനിമകളിൽ പഴയ നെല്ലിയാട്ടൻ്റെ കഥകളുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. കാരണം എവിടെയെങ്കിലുമൊക്കെ ആ പഴയ നാടൻ കഥകൾ അത് മനോജ് നായക് ശ്യാമളൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞ ആ ഒരു മുത്തശ്ശി കഥയിൽ നിന്നാണ് പ്രോബബ്ലി ഹി ഗോട്ട് ദറ്റ് ലവ് ഫോർ ഫാന്റസി. അപ്പോൾ അത് ഈ സിക്സ് സെൻസ് ആയാലും വില്ലേജ് ആയാലും ഏത് സിനിമ എടുത്താലും
മനോജ് നെല്ലിയാട്ട് ശ്യാമളൻ തന്നെയാണ് മനോജ് ശ്യാമളൻ. അതുപോലെ ഞാനൊരു ബുക്കിൻ്റെ ടൈറ്റിൽ കണ്ടു, ഓൾ യു നീഡ് ഈസ് ലവ് ആൻഡ് ഓൾ യു നീഡ് ഈസ് ഹഗ്. 2 ബുക്കാണ്. ഇറ്റ് വാസ് 2 ബുക്ക് അല്ലേ? 2 ബുക്സ് ആണ്. അത് രണ്ടും ഒരുമിച്ച് റിലീസ് ചെയ്തത്. റിലീസ്ഡ് ഓൺ വൺ ഡേ. 2 ബുക്സ്. അത് രണ്ടും പാട്രിജ് ആണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഓൾ യു നീഡ് ഈസ് ഹഗ് എന്ന് പറയുന്നത് എവിടെയോ ഒരു ബയോഗ്രഫിക്കൽ ഷെയ്ഡുള്ള അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിക്കൽ ഷെയ്ഡുള്ള ഫസ്റ്റ് ഡൈവേഴ്സ് നടക്കുന്ന ആ ടൈമിലാണ് മെയിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛനാണ് ആ ബുക്ക് ആയിട്ട് വാങ്ങിയത്. അന്ന് ശങ്കരരാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ആൻറ്റി താരാ കല്യാണം, സൗഭാഗ്യം ഉണ്ടായിരുന്നു. എല്ലാവരും ഉള്ളപ്പം ഞങ്ങൾ നാലാഞ്ചിറ ബിഹാബിൽ വെച്ചിട്ടാണത് ലോഞ്ച് ചെയ്യുന്നത്. സോ ആ 2 ബുക്കും ലോഞ്ച് ചെയ്യുന്നതിന് ഒരെണ്ണം എവിടെയോ ഒരു ബയോഗ്രഫിക്കൽ ഷെയ്ഡുണ്ട്. എൻ്റെ ലൈഫിലെ പല ഇൻസിഡൻസും അതിനകത്ത്. ഓൾ യു നീഡ് ഈസ് ഹഗ് അതൊരു നോൺ ലീനിയർ ആയിട്ടുള്ള ടൈം ലൈൻ സ്പെസിഫിക് അല്ലാത്തൊരു ബുക്കാണ്. എല്ലാ സ്റ്റോറീസും സെപ്പറേറ്റ് ആയിട്ട് വായിച്ചാലും മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഓൾ യു നീഡ് ഈസ് ലവ് എന്ന് പറയുന്നത് പ്യുവർ ഒരു ടൈം ലൈൻ ബേസ്ഡ് സ്റ്റോറി. ഒരാൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ കോളേജിലെ പ്രണയവും, നത്തിങ് ടു ഡു വിത്ത് മീ. പക്ഷെ എവിടെയോ ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ റൈറ്ററിൻ്റെ ഫ്രീഡം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ നിന്ന് ചില ഇൻസിഡൻസ് ഒക്കെ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ രണ്ടും 2 ടൈപ്പിലുള്ള ബുക്സാണ് റിലീസ് ഓൺ ദ സെയിം ഡേ. പിന്നെ ഇനി നെക്സ്റ്റ് നിങ്ങളുടെ 2 പേരും കൂടെ ചേർന്ന് എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ? കഞ്ഞിക്കട തന്നെ, വേറെ ഒന്നുമില്ല. കഞ്ഞിക്കട. ദിവ്യയുടെ ജേണിയെ കുറിച്ച് പറഞ്ഞ ഒരുപാട് പേഴ്സണൽ സ്റ്റോറീസ് ഒരുപാട് ഇന്റർവ്യൂസിൽ പലരും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. പേഴ്സണൽ ഇതായിട്ട് അങ്ങനെയല്ല ദിവ്യ. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ എപ്പോഴും നമ്മൾ പേഴ്സണൽ തന്നെ ഒരുപാട് ചോദിച്ച് അത് ആക്കണ്ടെന്ന്. പക്ഷേ ഒരു ഇപ്പം ഇത്രയും എക്സ്പീരിയൻസുകളും സ്ട്രഗിളും ഒക്കെ വന്ന സ്ഥിതിക്ക് ശരിക്കും ഇനി ഇപ്പം തന്നെ ദിവ്യ സ്ട്രഗിൾ ചെയ്ത് അതുപോലുള്ള സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇപ്പോഴും. ഇപ്പോൾ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ഇന്നും എല്ലാവരും ഭയങ്കര ഓപ്പണാണ്. സെക്കൻഡ് മാരേജ് കുഴപ്പമില്ല, ഇപ്പം നമുക്ക് ഒരാളുമായിട്ട് കമ്പാറ്റബിലിറ്റി ഇല്ല എന്ന് വെച്ചാൽ നമുക്കത് വേണ്ടാന്ന് വെക്കാം, റൈറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നിടത്തും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പലരും ചങ്ങല കിട്ടതുപോലെയാണ്. കാരണം ഒരാൾ വേണ്ടാന്ന് വെച്ചാൽ മറ്റേയാൾക്ക് അതിൽ നിന്ന് ഔട്ടാവാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരോട് ദിവ്യ ഇത്രയും സ്ട്രഗിൾ ചെയ്ത സ്ഥിതിക്ക് എന്ത് പറയുന്നു? നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നവര് ആലോചിച്ച ഈ കുട്ടികളുള്ളവരാണ്. മക്കൾ ഉണ്ടായവരാണ് ഇങ്ങനെ കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും. ഇപ്പം നമ്മളിപ്പോ പ്രശ്നമായാല് ഒരാഴ്ച പ്രശ്നമാണെങ്കിൽ 2 ദിവസം അവിടെ നല്ലത് കാണുമ്പോൾ പെണ്ണ് എന്ന് പറയുന്ന വ്യക്തി എന്താ ഒതുങ്ങും. കാരണം പെണ്ണ് എന്ന് പറയുന്നത് കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. നമ്മുടെ ആണിന്റെ സ്നേഹം ഒരുപാട് പ്രതീക്ഷിക്കുന്നവരാണ്. തിരിച്ചല്ല എന്നല്ല, പക്ഷെ നമ്മൾ കുറച്ചും കൂടി അധികം അവരിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഞാനായാലും ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താണ്, കുറച്ച് സമയം അടുത്തിരിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും മടി തലവെക്കാനൊന്നും പറ്റിയിട്ടുണ്ടെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് എനിക്ക് വയ്യ ഒരു തലവേദന വരുന്നു നമ്മളൊന്ന് ആശ്വസിപ്പിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ കൂടെ ഒന്ന് അത്ര പോലും ആഗ്രഹിക്കുന്നവരാണ് പെണ്ണുങ്ങൾ. പക്ഷെ പലരുടെയും ലൈഫിൽ ഇപ്പൊ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതൊക്കെ മാറുന്ന രീതിയാണ്. പിന്നെ കുട്ടികളായ പിന്നെ പറയ വേണ്ട. ഇപ്പൊ ഞാൻ പറയുന്നത് ഡിവോഴ്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല, പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ സാമ്പത്തികം എന്ന് പറയുന്നതാണ് വലിയൊരു ഘടകം. അപ്പൊ കെട്ടിയ വീട്ടിൽ ഇപ്പം കുറച്ചധികം ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ശരിയായിട്ട് മുന്നോട്ട് പോകുമല്ലോ, അവര് മക്കളെ ഭാവി ആലോചിച്ച് അങ്ങനെ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ വീടൊക്കെ ഉണ്ടായിരുന്നു, എക്സിന്റെ വീടുണ്ടായിരുന്നു. പിന്നെ അത് വെച്ചാൽ അമ്മയും മോനും മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി, ബാധ്യതകൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് വന്നതെന്ന് വെച്ചാൽ ഈ 14 വർഷവും ആ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം ഒന്നുമില്ല. ജസ്റ്റ് പുറത്ത് കൊണ്ടുപോവാ, നമ്മളൊരു ഡ്രസ്സ് വാങ്ങുന്നുണ്ടാകും, ഒന്ന് നമ്മളൊന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോവാ, ഒരു കൂടുതൽ അതൊക്കെ ആഗ്രഹിക്കുന്നത്. ഒന്ന് പുറത്ത് കൊണ്ടുപോയി മുമ്പില്ലെങ്കിൽ ഒരു സിനിമ കാണിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത്. എന്റെ ലൈഫിൽ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്താണ് നമ്മള് വീട്ടുകാരുടെ സപ്പോർട്ട്. നമ്മൾ ഈ ലവ് മാരേജ് ഒക്കെ പറയുമ്പം വീട്ടുകാര് പണ്ട് ഇപ്പം അല്ല കേട്ടോ, ഇപ്പൊ പിന്നെ എല്ലാരും മക്കളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പണ്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോയ വഴി എന്ന് പറയുന്നത് അവർക്കറിയാൻ നിവൃത്തിയുള്ളൂ, തിരിച്ചു വിളിക്കാനൊന്നും നീ അനുഭവിച്ചു എന്നും പറഞ്ഞ് വിടുന്നവരാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നത് അങ്ങനെ ഒരു ബുദ്ധിമോശത്തിന് ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അവർ ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചവരെ
വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് വീട്ടുകാരെ കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ വിളിക്കാത്ത എത്രയോ പെൺകുട്ടികളുടെ ലൈഫ് ഇപ്പൊ അല്ല ഇപ്പം ഗൾഫിലൊക്കെ കണ്ടില്ലേ മരിച്ചു ജീവിതം നീ ശരിയാവും നീ അവിടെ തന്നെ നിൽക്ക്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിർത്തിച്ചിട്ട് ആ കുഞ്ഞിന്റെ ജീവൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്രയോ ജീവിതങ്ങൾ. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. തെറ്റ് പറ്റിപ്പോയ പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ തോന്നിയ മാസത്തിൽ പോകുന്നവരോടല്ല, അതല്ല ഇവരനുഭവിക്കാൻ പോയവരായിരിക്കും. നമ്മളെ കഷ്ടപ്പാട് കൊണ്ട് ചിലപ്പോൾ എന്റെ വെച്ചാൽ നമ്മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെക്കാളും കുറച്ചും കൂടി ഉള്ളവരെ കാണുമ്പോൾ സ്വാഭാവികം നമ്മൾ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും പോകുന്നത്. പോയി കഴിയുമ്പോഴേക്കും അറിയുന്നത് പോയി പിന്നെ അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല, ഇവിടുന്ന് ഇറങ്ങാനും പറ്റില്ല, ആരും കൂടി ഉണ്ടാവില്ല. അങ്ങനത്തെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഡിവോഴ്സ് ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികം ഇത് മെയിൻ പ്രശ്നമാണ്. പക്ഷേ ഫിനാൻസ് ഇത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ പിന്നെ ഇപ്പോൾ ഗോഡ്സ് ഗ്രേസ് ദിവ്യയ്ക്ക് അങ്ങനെ ഒരാളെ കിട്ടി, ഫിനാൻസ് ഉണ്ട്, ഫിനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യാനും വില്ലിങ്ങും ആണ് ആള്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത എത്രയോ പേര്, സ്വന്തം അച്ഛന്മാർ തന്നെ മക്കൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാത്ത എത്ര അച്ഛന്മാരുണ്ടെന്നറിയാമോ? അപ്പോൾ ഇതെല്ലാം സൊസൈറ്റിയുടെ ഭാഗങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലെറ്റ്സ് ഒരാൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾ പറയണത് വെച്ചിട്ട് ഒരാൾ ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചു. യു നെവർ നോ, നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുന്നേ പുള്ളിക്കാരന് 10 പൈസ ഇല്ലാതെ കടവുമായിട്ട് ജയിലിൽ പോകാനുള്ളത് മതി. അല്ല അങ്ങനെ ആവാം. സമ്പാദ്യം കണ്ടിട്ടല്ലേ സമ്പാദ്യത്തിന് ഒരുപാട് സമ്പാദ്യത്തിന് കൂട്ടി വെച്ചിട്ട് എന്തായാലും നമ്മൾ ഷെൽഫ് തുറന്ന പൈസ ഇല്ല. പക്ഷെ ഇല്ല എന്ന് പറയുമ്പം എവിടെന്നെങ്കിലും ഒപ്പിച്ച് തരാനുള്ള മനസ്സ് അതാണ് വേണ്ടത്. ഞാൻ പറയുന്നത് ഒരാളുടെ റിച്ച്നെസ് ഇസ് നോട്ട് ഇൻ ഹൗ മച്ച് മണി ഹി ഹാസ് ഇൻ ഹിസ് ബാങ്ക് ബാലൻസ്. പക്ഷെ വന്ന വഴിയിലൂടെ ചോദിച്ചാൽ അവർക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മൾ വന്ന വഴി ശരിയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടാവും, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അത്ര മാത്രമേ ഉള്ളൂ ആ റിച്ച്നെസ്സിൻ്റെ കാര്യം. ഇപ്പോൾ എത്രയോ വലിയ എന്താ പറയുക ഫാക്ടറി മുതലാളിമാരും, ടേക്ക് വിജയ്പത് സിംഘാനിയ റെയ്മൻസിൻ്റെ ഹെഡാണ്. വിജയ്പത് സിംഘാനിയ മകൻ പുറത്ത് കളഞ്ഞ പിന്നെ ഇപ്പോൾ കർണാടകയിലെ ഏതോ ഒരു ഓർഫനേജിൽ ഉണ്ടെന്നാണ് ഞാൻ റിവ്യൂസ് കണ്ടത്. അതേപോലെ എത്രയോ വലിയ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഒന്നുമില്ലാണ്ടായി പോയവരുണ്ട്. അപ്പോൾ വാട്ട് ഹാപ്പൻ ടു ദം? അവരുടെ പൈസയൊക്കെ എവിടെ പോയി? ഈ പൈസ ഇപ്പോൾ നമുക്കറിയാവുന്ന കിങ്ഫിഷറിൻ്റെ വിജയ് മാല്യ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ ലണ്ടനിലുണ്ട്. അപ്പോൾ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം നടക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എഫക്റ്റീവ് യൂസ് ഓഫ് വാട്ട് വി ഹാവ് പ്രോബബ്ലി അതിനെയാണ് കുഞ്ഞുമോൾ റിച്ച്നെസ് എന്ന് പറയുന്നത്. അപ്പം അത് തെറ്റിദ്ധരിച്ച് ഇപ്പം ഞാൻ കോടികൾ വെച്ചിട്ട് ആ കോടികൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കില്ല. കാരണം അങ്ങനെ അടിച്ചു മാറ്റുന്ന ഒരാളോട് എൻ്റെ ബിഹേവിയറിന് വേറെ ആയിരിക്കും. അതുമല്ല ഇതുപോലെ ധൈര്യവും കാണിക്കത്തില്ലല്ലോ. ഇപ്പോൾ കൂടെ ഇരുന്നോണ്ട് തന്നെ ഞാൻ പൈസ കണ്ടിട്ടാണ് ബിക്കോസ് എൻ്റെ എത്രയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ആ ടെൻഷൻ അറിയാം. പക്ഷേ ആൾ ഉദ്ദേശിക്കുന്നത് ആ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എൻ്റെ കുട്ടികൾക്കും എനിക്കും കിട്ടുന്ന ഒരാൾ, പ്ലസ് മെന്റൽ കെയറും അല്ലേ, ബിക്കോസ് എവിടെയോ പാസ്റ്റ് ഒരു പ്രീവിയസ് ലൈഫിൽ എനിക്ക് ഇന്നൊരു സാധനം വേണം ചോദിക്കുമ്പം നിനക്ക് എപ്പോഴും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. ആവശ്യമുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുന്നത് എൻ്റെ ഉണ്ടായിട്ടായിരിക്കില്ല, നമുക്ക് ശരിയാക്കാം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് ഈ ഇടയ്ക്ക് എന്തോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ എന്നോട് കുറേ പേര് ചോദിച്ചു എന്തോ ഒരു പാട് മുഖത്ത് എന്തോന്നോ പാട് വെച്ചിട്ട് എന്തോ ഒരു വീഡിയോ ചെയ്തോ. സംഭവിച്ച ധീര എന്ന് പറയുന്ന വെബ് സീരീസ് ആയിരുന്നു. അതില് എന്താണ് ഇങ്ങനെ എനിക്ക് ആക്സിഡന്റ് ആയിട്ട് നമ്മള് മുറിഞ്ഞൊരു പാടുണ്ട്. എന്റെ കഷ്ടകാലത്തിന് എനിക്കിങ്ങനെ തീമൊക്കെ ഭയങ്കര ഇഷ്ടം. ഇപ്പോഴത്തെ സ്റ്റോറി എടുക്കും, അത് നമ്മൾ ഇഷ്ടമല്ലേ, അത് എടുത്തിടും. ഇനിയിപ്പോ സങ്കടം നമുക്ക് എപ്പോഴും ചിരിച്ചോടാണ് ഇരിക്കാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടാകും, നമ്മളെ ഇതിനായിരിക്കും ഇടുന്നത്. അപ്പൊ അതെടുത്ത് പോയത് ചെലവ് വെച്ചു അടിച്ചു പാടുണ്ട്. സോഷ്യൽ മീഡിയ രണ്ടിനെ രണ്ട് പാത്രമാക്കി ഞാൻ ജയിലിലാക്കി ചെലവ് കൊണ്ടടിച്ചു. എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്ന് നിൽപ്പുണ്ട്. അത് മുറിഞ്ഞ
പാടൊന്നുമല്ല. കണ്ടാൽ ഇത് എന്ത് പൊട്ടന്മാരാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കണ്ടാൽ മനസ്സിലാവും അത് കുറച്ച് നാളത്തേക്ക് അല്ല അതിലും ഇപ്പൊ നേരിട്ട് വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് ചിരിച്ച് പറയാനുള്ളത്. ഇത് ആരോ ഇപ്പൊ കുഞ്ഞുമോളിട്ട വീഡിയോ കണ്ട് ആരോ കമന്റ് ചെയ്തത് കണ്ട് അതിന്റെ റിയാക്ഷൻ വീഡിയോ എടുത്ത് വീട്ടിൽ ഒളിച്ചിരുന്ന് ഞങ്ങളുടെ നേർക്ക് അമ്പ ചെയ്യുന്നവരോട് ഞങ്ങൾ എന്ത് പറയാനാണ്? സോഷ്യൽ മീഡിയ നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്ത് കുറെ പേര് ഉറക്കം കെടുത്തുകയും ചെയ്തു. എല്ലാവർക്കും ചാർത്തുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ വലിയ മഹാൻ. നാളെ എന്നുള്ള ഒരു ഐഡിയ, പാസ്റ്റ് എന്നുള്ള പാഠം, ഇത്രയുമാണ് ലൈഫ്. ബിക്കോസ് ഞാൻ 5 വർഷത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറയണവൻ ഏറ്റവും വലിയ പൊട്ടനായിരിക്കും. കാരണം 5 വർഷം വരെ അവൻ ജീവിച്ചിരിക്കുമെന്ന് ദൈവത്തിന് പോലും അറിയില്ല. ഞാൻ ഇന്ന് ജീവിക്കുമ്പോൾ ഞാൻ കുഞ്ഞുമോളെ സന്തോഷമായിട്ട് വെക്കുന്നുണ്ടോ? കുഞ്ഞുമോൾക്ക് ഇന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും പരിഭവമോ ദേഷ്യമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ സോൾവ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ കണ്ടു ഈ ഇടയ്ക്ക് സീരിയലിന്റെ എന്തോ ആക്ടിങ്ങിന് പോയപ്പോൾ അവിടെ നിന്ന് വണ്ടി പിടിച്ച് വന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ കോഫി കുടിക്കുന്ന, മസാല ടീ കുടിക്കുന്നത്. എന്തിനാ ചേട്ടാ ഇന്ന് തന്നെ ഇങ്ങനെ പോകുന്നതെന്ന് കുത്തി ചോദിക്കുക. അത് ചേട്ടന്റെ വായിൽ തന്നെ കേൾക്കണം. ബിക്കോസ് ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു. അപ്പോൾ ആലുവ, ഞാൻ കുട്ടിക്കാലം എനിക്ക് ആലുവയിൽ കുറച്ച് കാലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആലുവ എനിക്കറിയാം. അപ്പോൾ പിന്നെ ശരി, ഒറ്റയ്ക്ക് അവിടെ മുറിയിലിരുന്ന് ടെൻഷൻ ആവണ്ട. അപ്പോൾ പിന്നെ വണ്ടി എടുത്ത് നേരെ അങ്ങ് പോയി. അങ്ങനെയുള്ള ക്വാളിറ്റി ടൈം അപ്പം അത് സാധിച്ചു തരാനുള്ള മനസ്സുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു സംഭവം കണ്ടു, അത് കൊള്ളാമല്ലോ. അപ്പൊ അതിന്റെ മൈൻഡിൽ അത് ഉണ്ടാവും. അതെങ്ങനെയെങ്കിലും അതൊന്ന് അവിടെ എത്തും. ഒന്നല്ല, ഇനി പറയാൻ 2-3 ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചല്ല, പക്ഷെ ഞാൻ ആഗ്രഹിച്ചതിലും അധികം രാത്രി ഒരു 10 മണിക്ക് ശേഷം എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആഴ്ചകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തോളത്തും പറയാൻ പറ്റാത്ത രീതിയിലും വലിഞ്ഞ്, തെറ്റെന്നല്ല ഞാൻ പറയണേ, പക്ഷെ ഇതാണോ ശരിക്കും സ്നേഹം? ഒരാഴ്ചയോ 2 ആഴ്ചയോ ചുമ്മാ ഒരു കോമ്പറ്റീഷൻ പോലെ ഏറ്റവും കുറഞ്ഞ അല്പവസ്ത്രധാരികളായിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി ചായയും കുടിച്ച് കുറച്ച് ഷവർമയും കഴിച്ചിട്ട് പോകുന്നതാണോ സ്നേഹം? ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഒരാളെ, ഒരു കുടുംബത്തെ ഞാൻ സ്വീകരിക്കുന്നു, എന്നെ അവരുടെ കുടുംബത്തിലേക്ക് അവർ സ്വീകരിക്കുന്നു. ഇത് ഞങ്ങൾ ലീഗലായിട്ട് ലോകത്തിനെ അറിയിച്ച് ഞങ്ങൾ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് ഞങ്ങൾ രഹസ്യമായി വിവാഹം കഴിച്ചു. എങ്ങനെ ഗുരുവായൂർ വെച്ച് രഹസ്യമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റും? ഒക്ടോബർ 30, 2024 അല്ലേ? ഞാൻ അതും ഈ കല്യാണത്തിന് മുന്നേ തന്നെ ഞാൻ വീട്ടിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഈ ഞങ്ങൾ തമ്മിലുള്ള ഈ സംസാരം കല്യാണം എന്നുള്ള ലെവലിലെത്തിയപ്പോൾ ആദ്യം അച്ഛനമ്മയെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞത് ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി. അപ്പോൾ പ്രായപൂർത്തിയായ മകൻ എടുക്കുന്ന തീരുമാനം ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അവരും അന്ന് തന്നെ കഴിക്കാൻ അമ്പലത്തിൽ വന്നൊരു സാരിയൊക്കെ കൊടുത്ത് അതൊരു എൻഗേജ്മെൻറ്റ് പോലെ തന്നെ ആക്കിയിരുന്നു അന്ന്. ഐ ഡോണ്ട് തിങ്ക് ഈ ഇന്നത്തെ കാലത്ത് വളരെ ഫ്രിവിലസ് ആയിട്ടുള്ള ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുമെന്ന് എനിക്കറിയില്ല, അല്പനേരം എവിടെയെങ്കിലും ഒതുങ്ങുന്നതിൻ്റെ പേര് സ്നേഹം എന്ന് പറയുന്നത് ഐ എം നോട്ട് റെഡി ടു അക്സെപ്റ്റ്. നല്ലതായാലും ചീത്തയായാലും, എൻ്റെ ഭാഗത്തുനിന്ന് നല്ലതായാലും ചീത്തയായാലും, കുഞ്ഞുമോളുടെ ഭാഗത്തുനിന്ന് നല്ലതായാലും ചീത്തയായാലും, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിക്കുന്ന ധൈര്യത്തിൻ്റെ പേരാണ് സ്നേഹം. ഏതൊരു പുരുഷനും ഏത് സ്ത്രീൻ്റെ കൂടെയും യു ക്യാൻ ലിവ്, അത് പോസിബിൾ ആണ്. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ യു ക്യാൻ സ്പോയിൽ ലൈഫ്. അതെ, അതാണിപ്പോൾ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ അമേരിക്കയിലും വെളിയിലുള്ള കൺട്രീസിൽ ലിവിങ് ടുഗദർ ശരിക്കും ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ജീവിക്കുകയും ചെയ്യും, പിരിയുകയും ചെയ്യും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയാണ് പിരിയുക. ഇപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ നമ്മൾ അവിടെ പറയുന്നത് അവർക്ക്, എൻ്റെ അമ്മയുടെ കാലത്ത് തന്നെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, മൈ ചിൽഡ്രൻ ആൻഡ് യുവർ ചിൽഡ്രൻ ആർ പ്ലേയിങ് വിത്ത് അവർ ചിൽഡ്രൻ. അത് അവർക്ക് പോസിബിളാണ്. നമ്മുടെ കുട്ടികൾ എൻ്റെ കുട്ടികളുടെയും എൻ്റെ കുട്ടികളുടെയും കളിക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് ഓക്കെയാണ്. ഫിലിപ്പീൻസ് പോലത്തെ ഒരു രാജ്യത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ 4 കുട്ടികളുണ്ടാവും. അത് അച്ഛനമ്മമാരോടത്ത് വിട്ടിട്ട് മക്കൾ ജോലിക്ക് പോകുന്ന ഇത് അവിടെ ഫാമിലി എന്ന് പറഞ്ഞൊരു ബോണ്ടില്ല. ഇന്ത്യയിൽ നമ്മൾ ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് അതിനൊരു റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റെസ്പെക്റ്റ് കാണിക്കുന്നത് നമ്മളെ ആ ഒരു സംസ്കാരത്തിനോടാണ്. ആ സംസ്കാരം ഇല്ലായ്മ പിന്നെ
ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ പ്രായത്തിന് മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രായത്തിൽ കുറഞ്ഞവരെ സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇന്ത്യൻ സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഒരു കുടുംബമായിട്ട് കരുതുന്ന ഒരാൾ എന്നെക്കാളും മുതിർന്ന എൻ്റെ ഒരു സീനിയറായിട്ടുള്ള ഒരാൾ എന്നെ ചീത്ത വിളിക്കാൻ നടക്കത്തില്ല. എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരാൾ എൻ്റെ ഭാര്യയെ ചീത്ത വിളിക്കാൻ വേണ്ടി ഫേസ്ബുക്ക് ഇത് യൂസ് ചെയ്യത്തില്ല. ഇത് സംസ്കാരമില്ലായ്മയാണ്. സോഷ്യൽ വാല്യൂസ് ഒരുപാട് ക്ഷയിച്ചു പോയി. ആൻറ്റി സോഷ്യൽ മീഡിയ എന്ന് തന്നെ പറയണം. അങ്ങനെ ചെയ്യുമ്പോൾ ആൻറ്റി സോഷ്യൽ. പക്ഷേ നല്ലവർ എത്രയോ പേരുണ്ട്, സ്നേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, അക്സെപ്റ്റഡ്. ഞാൻ നല്ലത് മാത്രം, കരിമ്പിൻ ജ്യൂസ് മാത്രം എടുത്തിട്ട് ചണ്ടി ഞാൻ കളയും. ഇത്രയും നേരം നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ സംസാരിച്ചില്ലേ, ഇനി കുറച്ച് ചെറിയൊരു ഫൺ. കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിലും ചേട്ടൻ്റെ ഇഷ്ടങ്ങളൊക്കെ എത്രത്തോളം ദിവ്യ പഠിച്ചു എന്നുള്ളതിനുള്ള ഒരു ചെറിയ ടെസ്റ്റ്. ഓക്കെ, പറയാമോ? ചെറിയ ഒരു 2-3 ക്വസ്റ്റ്യൻ. ചേട്ടൻ്റെ ഫേവറേറ്റ് കളർ ഏതാ? എന്ത് ചോദ്യമായി ചോദിക്കുന്നു ഇപ്പൊ? ഏറ്റവും സിമ്പിൾ ചോദ്യം. ഏട്ടന് എല്ലാ കളറും ഇഷ്ടമാണ്, പറയാ അങ്ങനെ ഏറ്റവും ഇഷ്ടം. അയ്യോ, അങ്ങനെ സത്യം ചേട്ടന് എല്ലാം ഇഷ്ടം. വൈറ്റ് ഇഷ്ടമാണ്. ആണോ? വാങ്ങി തന്ന ചുരിദാർ വൈറ്റ് ആണ്. ഓക്കെ, രക്ഷപ്പെട്ടു, സേഫ് സോൺ. ഫേവറേറ്റ് ഡ്രസ്സ് ഏതാണ് ദിവ്യ ഇട്ട് കാണാനായിട്ട് ഇഷ്ടമുള്ളത് ചേട്ടന്? അല്ല, ഏട്ടനെ അല്ല, ദിവ്യ ഏത് ഡ്രസ്സ് ഇടുന്നതാണ് ചേട്ടന് ഇഷ്ടം? സാരിയാണ് ഇഷ്ടം. ഓക്കെ, ഒരു ഡ്രീം പ്ലേസ്. ഒരു ഡ്രീം പ്ലേസ് സ്വപ്നം കണ്ടിട്ടുണ്ട് പണ്ടേ ദിവ്യ, ഇന്ന സ്ഥലത്ത് എനിക്ക് പോണമെന്ന്. അത് ചേട്ടന് അറിയാമോ? അയ്യോ, എനിക്ക് കണ്ണൂരാണ് ഒരു വീടിന്റെ സംഭവം എന്നുള്ളത്. ഓക്കെ, ചേട്ടൻ ഏതായിരുന്നു ഇഷ്ടം? ഏട്ടനും കണ്ണൂർ, രണ്ടുപേർക്കും സെയിം. ഞാൻ കണ്ണൂർ സ്ഥലം വാങ്ങിച്ച് കല്യാണത്തിന് മുന്നേ അവിടെ വീട് വെച്ച് തുടങ്ങിയതാ. അതായിരുന്നു കുഞ്ഞുമോളുടെ സ്വപ്നം. ആണോ? അതേ സ്വപ്നം രണ്ടുപേരും ഒരുമിച്ച്? അത് ഞാൻ നേരത്തെ എനിക്കറിയില്ലായിരുന്നു ഞാൻ കണ്ണൂരിൽ നിന്ന് ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ സ്ഥലം വാങ്ങിച്ച് ഞാൻ അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങി. ഇടയ്ക്ക് കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വന്നു. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. ആ സ്വപ്നം രണ്ടുപേരും കൂടെ. ഫേവറേറ്റ് ഫുഡ് ചേട്ടൻ്റെ? ഞാൻ ഉണ്ടായിക്കോട്ടെ, നീർദോശയും ചമ്മന്തി ഇഷ്ടമാണ്. നീർദോശയും ചമ്മന്തി തിരുത്തി പറയലേന്ന് വിചാരിച്ചാണ് കൈ. അല്ലല്ല, ഞാൻ നോക്കി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെന്നുള്ള. കാരണം എന്തായാലും കമന്റ് വരുമല്ലോ, ഇതൊക്കെ ഒത്തുകളിയാണെന്നൊക്കെ. ഇഷ്ടമാണോ? അതേപോലെ മറ്റേ എഗ് ഫ്രൈഡ് റൈസും മറ്റേ എന്താ പറയുക ചിക്കൻ ബട്ടർ മസാല, ബട്ടർ ചിക്കൻ, പനീർ ബട്ടർ മസാല എന്ന് പറയുമ്പോൾ അതിൽ ചിക്കൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ചിക്കൻ ബട്ടർ മസാല അല്ലല്ലോ, അതിൻ്റെ പേരെന്താ? ബട്ടർ ചിക്കൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഫേവറേറ്റ് ആക്ടർ ആരാ ചേട്ടൻ്റെ? അയ്യോ, അങ്ങനെയൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല, അതാണ് കഷ്ടം. എന്നാലും കൂടുതൽ മൂവീസ് ഒക്കെ ചേട്ടൻ കാണുന്നത്, അപ്രീഷിയേറ്റ് ചെയ്യുന്നത്? അയ്യോ, ഞാൻ വേൾഡ് സിനിമ കാണുന്ന ഒരാളാണ്. എനിക്കെല്ലാ പല നാട്ടിലെ പല. ആണോ? ഇല്ല, ഉറപ്പ് തന്നെ? ശരിക്കും ഇല്ല. അല്ല, ഞാൻ എല്ലാരെയും കാണും. എന്നാലും ഇവിടെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. കുറേ പേരുണ്ട്. അത് നന്നായിട്ട് പെർഫോം ചെയ്ത ആരും എനിക്ക് ഓക്കെ. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാവരും എനിക്കിഷ്ടം. അങ്ങനെയില്ല. പിന്നെ ഫേവറേറ്റ് ടെമ്പിൾ ചേട്ടൻ്റെ? ശിവനാണ്. ഓക്കെ, ഏട്ടൻ്റെ? ഇന്നിപ്പോ അറിയും കേട്ടോ. അങ്ങനെയല്ല, ഞാൻ വരേണ്ടി വന്നു നിങ്ങളുടെ ഏത് ടെമ്പിളാണ്, ഏത് ദൈവത്തെയാണ് ഇഷ്ടം എന്നറിയാം. പറഞ്ഞു ശിവൻ ടെമ്പിൾ. കുഞ്ഞുമോക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആലുവ മണപ്പുറം കാണണമെന്ന്. ഞാൻ പറയാതെ സസ്പെൻസ് ആയിട്ട് കൊണ്ടുപോയത് ആലുവ മണപ്പുറത്താണ്. പിന്നെ ഞങ്ങൾ കുറേ ക്ഷേത്രങ്ങൾ അങ്ങനെ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കണ്ട ക്ഷേത്രങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. കണ്ണൂർ രാജരാജേശ്വര ക്ഷേത്രം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ക്ഷേത്രമാണ്. ഞാൻ അവിടെ നേരത്തെ പോകുമായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞ് ഇപ്പോൾ തൃച്ചാമ്പരം ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പറശ്ശിനി പോയിട്ടുണ്ട്, നമ്മുടെ എന്താണ് അങ്ങനെ ഇന്നത് കൂടുതൽ ശിവന്റെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആള്.
ദ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദ ലൈഫ്, ഈ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ആര്? അങ്ങനെയെല്ലാം പറയാൻ വേണ്ട. ഇപ്പൊ പറയാം. കുഞ്ഞുമോക്കാണോ? കുഞ്ഞു അല്ല, ചേട്ടന് ഇഷ്ടപ്പെട്ടു. ആ. ഏട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ലൈഫിൽ അറ്റ് പ്രസന്റ് മാത്രം പറഞ്ഞാൽ മതി, പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ പോട്ടെ. ഏട്ടനപ്പുറം അവരെ കഴിച്ചിട്ടേ ആരും ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. ആണ് കൂടെ പുറത്തും ഓക്കെ അങ്ങനെ പാടുള്ളൂ. ഫേവറേറ്റ് ഗിഫ്റ്റ് ചേട്ടന് ദിവ്യ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഗിഫ്റ്റിൽ എനിക്ക് ഈ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ആണ്? ഞാൻ ഏട്ടന് കൊടുക്കും. അല്ല ഏട്ടൻ എനിക്ക് അല്ലല്ല, ദിവ്യ ഏട്ടന് കൊടുക്കുന്നത് ഏതെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ ഇഷ്ടമാണ്. നമ്മള് ഫോട്ടോസൊക്കെ അതെയാ? ഓക്കെ. അതൊക്കെ ആണോ ഇഷ്ടം ഏട്ടന്? പിന്നെ ഷർട്ട് ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത ഷർട്ട് ഒരു ഗ്രീൻ കളർ, ആദ്യമായിട്ട് സൈസ് ഒന്നും അറിയില്ല. ഓക്കെ, ഫേവറേറ്റ് ഗിഫ്റ്റ് ആണോ? സമ്മതിക്കണം. ഓക്കെ ഓക്കെ. ഫേവറേറ്റ് ഫെസ്റ്റിവൽ ഏതാണ് നിങ്ങൾക്ക്? എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുമോ അതോ ഏതെങ്കിലും ഓണം, ന്യൂ ഇയർ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഉത്സവങ്ങൾ? കുഞ്ഞുമോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വീട്ടിൽ മുത്തപ്പൻ കെട്ടുന്നത്, അതായിരിക്കും ഏറ്റവും വലിയ ആഘോഷം. വേറൊന്നും കൊണ്ടല്ല, അവിടെ ആ ഒരു ശിവസാന്നിധ്യം. എനിക്കതിൽ യോജിക്കാതെ ഒന്നുമില്ല. കുഞ്ഞുമോൾ സന്തോഷിക്കുന്ന ഏതൊരു ആഘോഷവും എനിക്കിഷ്ടമാണ്. ആഘോഷമാണ് ചേട്ടന്റെ ആഘോഷം. കേട്ടല്ലോ, കുഞ്ഞുമോൾ ആഘോഷിക്കുന്ന ഏത് ആഘോഷമാണ്? വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വീട് കെട്ടി നമ്മളെ വീട് ഈ പെരവാസു മറ്റേ ബെൽറ്റ് ബാസു എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അതല്ല, ഈ ഹൗസ് വാമിങ് എന്നുള്ള ആ ഒരു മൊമെന്റിൽ അവിടെ മുത്തപ്പൻ കെട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് സാധിക്കാനുള്ള എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കും. എന്നെ കൊണ്ട് പറ്റുന്നില്ല സാധിച്ചു കൊടുക്കും. അത് തന്നെയാണ് ചേട്ടന്റെ ആഗ്രഹം. മനസ്സിലായല്ല? ഞാൻ മനസ്സിലാക്കി തരിക. ഞാൻ മനസ്സിലാക്കി തന്നില്ലേ? അപ്പൊ എനിക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റ് വേണം. ഞാൻ സംസാരിച്ച് മിരാരിയൊക്കെ താഴോട്ട് പോയി തോന്നുന്നു. കുഴപ്പമില്ല. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുമായിട്ട് സംസാരിക്കാനും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനും സാറിൻ്റെ ഈ ജേർണിയെക്കുറിച്ച് ഒന്ന് അറിയണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് പേഴ്സണലി തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ അറിയാൻ സാധിച്ചു. ഇതൊക്കെ വളരെയധികം സന്തോഷം. നല്ല കുറച്ച് മൊമെന്റ്സ് നിങ്ങളോട് ഷെയർ ചെയ്ത് ഐ ആം ഓൾസോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്.